ചില ആളുകൾ നടക്കണ സമയത്ത് എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളുണ്ട്, വളരെ ബഹുമാനമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം വണ്ടിയിൽ കയറി അദ്ദേഹമാണ് വണ്ടിയിൽ പോണത് എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ കണ്ടാൽ വെഗ് മനസ്സിലാവും. കാരണം മുമ്പാക്ക് അധികം നോക്കുക പതിവില്ല. വണ്ടി ഓടിക്കുമ്പോഴേ സ്കൂട്ടർ ഇങ്ങനെ പോകും, ഈ പിന്നിന്നുള്ളവരാരെങ്കിലും വന്ന് ഉപദ്രവിക്കുമോ എന്നുള്ള ഛായയില അങ്ങനെ അദ്ദേഹം പോവുക. അതെ, അപ്പം അതങ്ങനെ അല്ലാണ്ട് വണ്ടി ഓടിക്കണതുകൊണ്ട് ഇതങ്ങനെ അല്ലാണ്ട് എന്തോ ഇത് വേറെ ആരെങ്കിലും ആണോ എന്ന് സംശയം തോന്നും. അപ്പം അങ്ങനെ തോന്നാണ്ടിരിക്കാൻ അവർക്കുള്ള രൂപവും ഗുണവും സ്വഭാവങ്ങളും ഒക്കെ അതേപോലെ ആവണം. ഗോപിയുള്ള പശുക്കുട്ടി, അതിന് ഗോപി ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുമോ? അല്ലേ? അതിന് ഗോപി വേണേ. വാല് മാത്രം കറുത്ത് ബാക്കി മുഴുവൻ വെള്ള, അങ്ങനെയുള്ള പശു അങ്ങനെ തന്നെ വേണം. പിന്നെ ആ കൂട്ടത്തിലൊരു പശു ഉണ്ടായിരുന്നു, അതിന് ഒരു കാലിന് ഇത്തിരി നീളം കുറവാണ്. അപ്പോൾ ആ പശുവിന് ഓരോ പശുക്കൾക്ക് ഓരോ പേരൊക്കെ ഉണ്ട്. ചോത്ര, നന്ദിനി, ഇങ്ങനെയൊക്കെ ചില പേരുണ്ടേ പശുക്കൾക്ക്. അപ്പോൾ അതിൽ പെട്ട ഒരു പയ്യന് ഉള്ള പേരെന്താ വെച്ചാൽ 8 10. അതിനൊരു കാലിന് നീളം കുറവാണ്. അതിങ്ങനെ നടക്കുമ്പോൾ 8 8 10 8 10 അങ്ങനെ നടക്കുക. അപ്പോൾ ആ പയ്യെ അത് അതേപോലെ തന്നെ വേണം. അല്ലാണ്ട് കൃഷ്ണൻ ആ പശുവായിട്ട് വേഷം കെട്ടിച്ചുകൊണ്ട് അതിൻ്റെ കാലിൻ്റെ നീളം മുഴുമിച്ചാൽ പിന്നെ ആ പശു ആവില്ല. അപ്പം അങ്ങനെ ഓരോരോ ഗോപിമാരൊക്കെ, രാസ്നാദി പൊടി ഗോപാലൻ, അവനെന്നും കുളി കഴിഞ്ഞാൽ പ്രയോഗമുണ്ട്, അവനത് തൊട്ടിട്ട് രാസ്നാദി പൊടി ഇല്ലാണ്ട് കണ്ടാൽ ശരിയാവുമോ? അങ്ങനെ ഓരോന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തരുമായിട്ട് ഭഗവാൻ വേഷം കെട്ടിയിരിക്കണു. ബ്രഹ്മാവ് കീഴ്പ്പെട്ട് നോക്കിയപ്പോൾ എന്താ കണ്ടത്? സർവേ എല്ലാവരും ചതുർഭുജാഃ ശംഖചക്രഗദാരാജീവപാണയഃ. ശംഖചക്രാദികൾ ധരിച്ച ഭഗവാനായിട്ടാണ് വൃന്ദാവനത്തിലെ കല്ല് പുല്ലടക്കം സർവ്വതും അവിടെ കണ്ടത്. ഇത് മാത്രല്ല, തത്രത്യ സേവകമപിസ്വം അവേക്ഷ്യധാത. ഈ അനന്തശായിയായിരിക്കുന്ന ശംഖചക്രാദികൾ ധരിച്ചിരിക്കുന്ന ഭഗവാനായിട്ട് വൃന്ദാവനത്തിൽ കാണപ്പെടുന്ന എല്ലാ വസ്തുക്കൾക്കും സേവകനായിട്ടിരിക്കുന്ന തന്നെ പോലുള്ള 4 തലയന്മാരെ അനവധി അവിടെ. ഇതിൻ്റെ അർത്ഥം എന്താ? എടോ കൊള്ളരുതാത്തവനെ, തന്നെ പോലത്തെ കോടിക്കണക്കിന് ബ്രഹ്മാക്കന്മാരെ സൃഷ്ടിക്കണച്ചാൽ എനിക്കേ അത്രേ ഉള്ളൂ, തന്നെ അത്രയും കൂടി നിസ്സാരനാക്കി എന്നർത്ഥം ഭഗവാൻ. അപ്പം തൻ്റെ വൈഭവം എത്രണ്ടും ഉണ്ടെന്ന് ബ്രഹ്മാവ് കണക്കാക്കിയിരുന്നോ അതൊട്ടുമില്ല എന്ന്. ഭഗവാന്റെ മഹിമയെ അളക്കാനുള്ള വൈഭവം തനിക്കില്ല എന്ന് ബ്രഹ്മാവ് തിരിച്ചറിഞ്ഞു. അങ്ങനെ വടി വെട്ടിട്ടതുപോലെ ഒരു സ്വർണത്തിൻ്റെ വടി അങ്ങോട്ട് വന്ന് വീണാൽ എന്നതുപോലെ ഭഗവാന്റെ തൃച്ചേവടികളിൽ ആ ബ്രഹ്മാവ് വന്ന് വീണ് സ്തുതിക്കണു. അവിടെ സ്തുതിക്കണ സമയത്തെ ബ്രഹ്മാവിനൊരു തിരിച്ചറിവുണ്ടായി എന്നാണ്. എന്താ അത്? മിന്നാമിനുങ്ങിൻ്റെ പ്രകാശം കൊണ്ട് സൂര്യനെ കാണാൻ ശ്രമിക്കുക ഒരാളെന്നുണ്ടെങ്കിൽ എന്താ അപ്പം അതിന് പറയുക? സൂര്യനെ അയാൾക്ക് കാണണം. അപ്പോൾ അതിന് ടോർച്ചടിച്ച് നോക്കുക. ടോർച്ചായിട്ട് ഉപയോഗിക്കണത് എന്താ? മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം. ഇങ്ങനെ ഒരുത്തം പുറപ്പെട്ടാൽ അയാളെ ഇപ്പോൾ എന്താ വിളിക്കുക? വിഡ്ഢിന്ന് വിളിച്ചാൽ വിഡ്ഢികളൊക്കെ കൂടി മണ്ടക്കടിക്കും. കാരണം വിഡ്ഢിക്ക് തന്നെ അതിലേറെ ബുദ്ധിയുണ്ട്. ഇയാളൊക്കെ 4 തലയുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ എന്താവോ നിറച്ച് വെച്ചേക്കണ? ചകിരിച്ചോറോ വല്ലതും ആവായിരിക്കും എന്നുള്ള മട്ടിലാണ് ഭഗവാന്റെ പ്രതികരണം ഉണ്ടായതേ. അതങ്ങോട്ട് കണ്ടതോട് കൂടിയിട്ട് ബ്രഹ്മാവിന് തൻ്റെ നിസ്സാരത മനസ്സിലാവുകയും ആ മഞ്ചാടിക്കുരുകൾ കൊണ്ട് മാല ചാർത്തി കൂട്ടുകാര് ചാലിച്ചുണ്ടാക്കിയ ചായില്യങ്ങളെ കൊണ്ട് സ്വയം ശരീരമൊക്കെ അലങ്കരിച്ച് പൂമാലകൾ കഴുത്തിലിട്ട് മന്ദാരപ്പൂ കൊണ്ട് കെട്ടിയതായിട്ടുള്ള ആ ശിരസിൽ ചാർത്തിയ മാലയണിഞ്ഞ് കയ്യിൽ വടിയും അതുപോലെ പകുതി കടിച്ച ചോറ്റുരുളയും ആയിട്ട് കൂട്ടുകാരെ നിങ്ങൾ എവിടെ പോയി പശുക്കളെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുന്ന ആ ഭഗവാന് അങ്ങോട്ട് നമസ്കരിക്കുകയാണ്. എന്താ മനസ്സിലാക്കേണ്ടത്? എന്തിലും അതായിട്ടിരിക്കുന്നത് ഭഗവാനാണ് എന്ന് തിരിച്ചറിയണം.
നമുക്ക് പലപ്പോഴും പലരുടെയും സ്വഭാവമൊന്നും പിടിക്കില്ല. ഇല്ലെങ്കിൽ അയാളെന്താ അങ്ങനെ, ഇവരെന്താ അങ്ങനെ, എന്താ അങ്ങനെയെന്നില്ല. അതങ്ങനെ ഇരിക്കണത് ഭഗവാന് അത്തരത്തിൽ ആ ശരീരത്തിലിരുന്ന് അങ്ങനെ പെരുമാറാൻ ഇച്ഛിച്ചുകൊണ്ടാണ് ഭഗവാൻ അവിടെ വർത്തിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഒരു കാട്ടുവാസിയായിട്ട് ഗോപന്മാരോടൊപ്പം പയ്യനെ മേയിച്ചുകൊണ്ട് പയ്യൻ്റെ വാല് പിടിച്ച് വലിച്ചും കൊണ്ട് കുരങ്ങന്മാരുടെ പിന്നാലെ അവരുടെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് വികൃതി കാട്ടിച്ചുകൊണ്ട് നടക്കാനായി ഇഷ്ടമായിട്ടാണ് അങ്ങനെ വേഷം കെട്ടിയിരിക്കുന്നത്. അപ്പം അതിന് യോജിച്ച വിധത്തിലുള്ള പ്രവൃത്തികളാണ് ഭഗവാൻ ചെയ്യുക. അത് തിരിച്ചറിയണം.